എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ ഇരിക്കുന്നു. അപ്പോൾ അമ്മയെ ഞാനിങ്ങനെ തലോടി അമ്മയുടെ തോളത്തെ കൈയിട്ട് അമ്മേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് സ്നേഹിച്ച് അമ്മയുടെ കൈയൊക്കെ ഒന്ന് തടവി കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ചിന്ത, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്കെന്ത് കിട്ടുമെന്നുള്ള ചിന്തയാണ് തലയിലെങ്കിൽ. അമ്മയുടെ കയ്യെ തടവുമ്പോൾ ഈ വള എനിക്ക് തരുമായിരിക്കും. അമ്മയുടെ തലയിൽ ഇങ്ങനെ തടവി തലോടി കൊടുക്കുമ്പോഴേക്കും ബാങ്കിൽ കുറച്ച് കിടപ്പുണ്ടെന്നാണ് കേട്ടെ, തരുമായിരിക്കും എന്നാണ് ചിന്തയെങ്കിൽ ഇതെന്തൊരു കളങ്കപ്പെട്ട സ്നേഹമാണ്. അമ്മയുടെ അടുത്തിരുന്ന് അമ്മയെ സ്നേഹിക്കേണ്ടത് ജസ്റ്റ് ബിക്കോസ് ഷീസ് മൈ മദർ. അതെൻ്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ലേ, ബാക്കിയൊക്കെ അതിൻ്റെ പിന്നാലെ സംഭവിക്കേണ്ടതല്ലേ. അപ്പോൾ ദൈവസന്നിധിയിൽ പോയി ഇരിക്കേണ്ടത് ഒരൊറ്റ കാര്യം കൊണ്ട്, ഇവൻ എൻ്റെ ദൈവമാണ്, ഇതെൻ്റെ കർത്താവാണ്, ഇതെൻ്റെ സൃഷ്ടാവാണ്, ഇതെൻ്റെ പരിപാലകനാണ്. ആ ചിന്തയോടെ പോയിരിക്കുന്നിടത്താണ് ട്രൂ സ്പിരിച്വാലിറ്റി.